സർ, യുദ്ധത്തിന്റെ 4-ാം ദിവസവും അറബ് രാജ്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് UAE-ക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പക്ഷേ UAE കേരളത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു രാജ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. എത്രയോ പ്രവാസികൾ അല്ലെങ്കിൽ എത്രയോ പേരാണ് UAE ആശ്രയിച്ച് കേരളത്തിനകത്തും UAE-യിൽ തന്നെയും മലയാളികളായും ഒക്കെ താമസിക്കുന്നത്. അങ്ങനെ ഒരിടത്ത് അല്ലെങ്കിൽ UAE-യുടെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായം കൊണ്ട് ഒരു പരിധിവരെ ജീവിച്ചു പോകുന്ന അല്ലെങ്കിൽ വികസനം കൈവരിക്കുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിനകത്തുള്ളവർ അല്ലെങ്കിൽ LDF ആയാലും UDF ആയാലും പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെയാണ് എന്നതാണ് ഖേദകരം. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു നിലപാട്? UAE ആക്രമിച്ചിട്ട് പോലും ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലുള്ളവർ കാണിക്കുന്ന അല്ലെങ്കിൽ അത്തരം മനസ്ഥിതിക്ക് പിന്നിൽ എന്താണ്? ഇത് വളരെ വ്യക്തമാണ്. കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മാക്സിമം വോട്ട് പിടിക്കാൻ എന്ത് വൃത്തികേടുകളും പറയാനും ചെയ്യാനും നടപ്പാക്കാനും തയ്യാറായിക്കൊണ്ട് കേരളം മാറി മാറി ഭരിച്ച ഈ രണ്ടുപേരും മത്സരിക്കുകയാണ്. ഈ രണ്ടുപേരും കൂടിയിട്ട് എന്താണ് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചത് എന്ന് ചോദിച്ചാൽ, കേരളം നശിപ്പിച്ച് നാറാണക്കല്ല് കുത്തി. ഒരു ഭാവിക്ക് വേണ്ട ഒരു സംഭവം കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് ശരിയല്ല എന്ന് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പോലും തുറന്നു പറയാനോ അത് ഏറ്റുപറയാനോ അതിന് കണ്ടതായി നടിക്കാനോ ഈ രണ്ടു പേർക്കും, ഈ രണ്ടു മുന്നണിക്കും പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ അവരെത്തി നിൽക്കുകയാണ്. ആ തെറ്റ് അവർക്ക് തന്നെ അറിയാം, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്. ആ തെറ്റ് ചെയ്യാനുള്ള മത്സരമാണ് രണ്ടുപേരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള 100% കുടുംബങ്ങളും, കേരളത്തിന്റെ പുരോഗമനം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളും അവിടെയുള്ള ഉദ്യോഗസ്ഥരും കേരളത്തിൽ വരുമ്പോൾ അവരെല്ലാം കേരളം കണ്ട് ഇത് ഏതോ ഒരു വലിയ പറുദീസയാണ്, വലിയൊരു സംഭവമാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ട് ഞെട്ടാറുണ്ട്. പക്ഷെ കുറച്ചു ദിവസം ഇവിടെ വന്ന് താമസിച്ച് അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ സത്യമായ അവസ്ഥ, ദയനീയമായ അവസ്ഥ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാൻ എൻ്റെ അനുഭവം വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പുതിയതായി വന്ന ഇപ്പോഴത്തെ ഗവർണറെ ഒരു നിവേദനവുമായി കാണാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിച്ചു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോ ഞാൻ കൊടുത്ത നിവേദനം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളം മെഡിക്കൽ മേഖലയിലെ നമ്പർ 1 എന്നാണ് പൊതുവെ എഴുതി വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ. പക്ഷെ ഞാൻ കൊടുത്ത ആ പരാതികളും അതിലെ ഓരോ കാര്യങ്ങളും കണ്ട് അദ്ദേഹം കുറെ നേരം താടിക്ക് കൈ വെച്ചിരുന്ന് മൂക്കിന് വിരൽ കൊടുത്ത് എന്നോട് പറയുകയാണ്. ഇത് വായിക്കുമ്പോഴാണ് ഇതൊക്കെ സത്യമാണോ എന്ന് അദ്ദേഹം ഞെട്ടിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറയാണ്, നോ ഐ ഫെൽറ്റ്, ബിക്കോസ് വേറെയും കുറെ നിവേദനങ്ങൾ അദ്ദേഹം കേരളത്തിന്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എന്നോട് പറയാണ്, നോ ഐ തിങ്ക് കേരള ഈസ് വേഴ്സ് ദാൻ ബീഹാർ. അതായത് ബീഹാറാണ് വളരെ മോശ അവസ്ഥയിൽ നിൽക്കുന്ന ആ സമയത്ത് ഒരു സംസ്ഥാനം എന്നാണ് പുള്ളി കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ കേരളത്തിന്റെ ഈ ഒരു എന്താ പറയുക, പുറം എന്താ പറയുക മൂടി ഇട്ട് നിൽക്കുന്ന കേരളത്തിന്റെ ശരിയായ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം കേരളത്തിന്റെ ദയനീയമായ അവസ്ഥയാണ് അത്. ആ ദയനീയ അവസ്ഥ എന്താണ്? എന്നിട്ട് ഗവർണർ പറയാണ്, കേരളത്തില് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത് വല്ല യൂറോപ്യൻ കൺട്രി ആണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും. കാരണം റോഡിന്റെ 2 ഭാഗങ്ങളിലുമായിട്ട് നല്ല കളർഫുൾ ആയിട്ട് നല്ല നല്ല മണിമന്ദിരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. പലതരം കളറുകൾ അടിച്ച് പലതരം രൂപത്തിലും ഷേപ്പുകളിലും ഉണ്ടാക്കി വെച്ച വീടുകളും മണിമന്ദിരങ്ങളും കെട്ടിടങ്ങളും നിറച്ച് നമുക്ക് കാണാൻ കഴിയും.
പക്ഷെ ഇതിലെ 75% ബാങ്ക് ലോണും മറ്റും എടുത്ത് കെട്ടിയതാണെന്നുള്ളത് പിന്നീട് അതുമായി അടുത്ത് നോക്കുമ്പോൾ അറിയാം. 100% എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മുഴുവൻ ഗൾഫ് മണി. അവിടെ പോയി കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഗൾഫിലെ കഷ്ടപ്പെടുന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. ഇവിടെ വന്ന് ലീവിൽ വന്ന് ഇറങ്ങി കൂളിംഗ് ഗ്ലാസും വെച്ച് അല്ലെങ്കിൽ നല്ല പെർഫ്യൂം അടിച്ച് റോട്ടിലോ സമൂഹത്തിലോ വന്ന് ഇറങ്ങുമ്പോ അവരാണ് ഗൾഫുകാരൻ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഈ ഗൾഫുകാരൻ അതിന്റെ തലേ ദിവസം ഇവിടെ വന്ന് ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വരെ അവിടെ താമസിച്ചിരുന്നതും അവിടെ ജീവിച്ചിരുന്ന രീതിയും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയ്ക്ക് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഒരു 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 അണാ നമ്മുടെ ഒരു ചൊല്ല് തന്നെയുണ്ട്, ഒരു ചെറിയ ചില്ലിക്കാശ് പോലും അനാവശ്യമായി ചെലവാക്കി കളയാതെ അവിടെ കഴിക്കുന്ന ഭക്ഷണം അത്രയും ദയനീയമാണ്. ആ ഭക്ഷണം കുബൂസ് എന്ന് പറയുന്ന ഭക്ഷണം ഇവിടെ ഉണ്ട്. ഇപ്പൊ കുബൂസ് ഇവിടെ വില കൂടാതെ അവിടെ ഏറ്റവും വില കുറഞ്ഞ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് ഈ കുബൂസ്. അത് സർക്കാരിന്റെ ഒരു സ്പെഷ്യൽ പെർമിഷൻ ആണത്. അപ്പോ വളരെ ചീപ്പായി കിട്ടുന്ന ഈ കുബൂസ് അവിടെ എത്ര വേണമെങ്കിൽ കിട്ടും. വളരെ ചീപ്പ് വിലയേ ഉള്ളൂ അതിന്. പിന്നെ ഒരു കറി ഉണ്ടാക്കി വെക്കും. ആ കറി ചിലപ്പോൾ മീൻകറി ആണെങ്കിൽ ഒരാഴ്ചയാണ് ഈ കറി കഴിക്കുക. ഈ 3 ദിവസം കഴിഞ്ഞ് ബാക്കി 4 ദിവസവും ഈ മീൻകറിയിൽ കഷ്ണമൊന്നും കാണില്ല. ഈ ചാറും ഈ കുബൂസും കഴിച്ച് അവൻ ദിവസങ്ങളോളം കഴിച്ചു കൂട്ടിയിട്ട് സ്വരൂപിച്ചുണ്ടാകുന്ന പൈസ കൺവേർട്ട് ചെയ്ത് നാട്ടിലേക്ക് അയച്ച് ഇവിടെ നല്ല മന്ദിരങ്ങൾ കെട്ടുന്നു, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ കെട്ടി വെക്കുന്നു എന്നല്ലാതെ അവൻ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അവൻ്റെതായ ചില അസുഖങ്ങൾ മാത്രമാണ് അവന് ബാക്കി. അങ്ങനെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിച്ച് ഈ കേരളക്കരയെ ഒരു മോടി പിടിപ്പിച്ചു കൊടുക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ അന്നം കഴിക്കാൻ മാത്രമായി ഗൾഫിൽ പോയി ജീവിക്കുന്ന അവൻ ജീവിക്കുന്ന സ്ഥലത്ത്, അവൻ ജോലിയെടുക്കുന്ന സ്ഥലത്ത് ഇതാ ബോംബുകൾ വർഷിച്ച് അവന് കിടന്നുറങ്ങാനും സ്വൈര്യമായി നിൽക്കാനും ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങി നടക്കാനും കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ ഈ രണ്ട് മുന്നണികളും, അതായത് ഈ UDF-ഉം അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ഉം ഈ LDF-ഉം കമ്മ്യൂണിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന അതായത് CPM മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDF-ഉം ഈ ബോംബ് വർഷം നടക്കുന്ന ഈ UAE അല്ലെങ്കിൽ ബഹ്റൈൻ അല്ലെങ്കിൽ കുവൈത്ത് അല്ലെങ്കിൽ ഖത്തർ അല്ലെങ്കിൽ ഒമാൻ, ഈ സ്ഥലം സൗദി അറേബ്യ, ഈ സ്ഥലങ്ങളിൽ തുടർച്ചയായി ഈ ഇറാൻ നടത്തുന്ന ബോംബ് ഇടുന്നതിന്റെയും മിസൈൽ ആക്രമണത്തിന്റെ ഫലമായി ഒരുപാട് പ്രശ്നങ്ങളും ജീവനുകളും അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ജീവിതങ്ങൾ, അവിടെയുള്ള മനുഷ്യരെല്ലാവരും തന്നെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ കേരളത്തിന്റെ അധികാരത്തിലിരിക്കുന്നവനും പ്രതിപക്ഷത്തിരിക്കുന്നവനും ഒറ്റക്കെട്ടായി ഈ പറയുന്ന, അതായത് മൗദൂദികളായ ഈ തീവ്രവാദികളെ വളർത്തി ഈ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി നേതൃത്വം കൊടുത്ത ഈ ഇറാൻ എന്ന് പറയുന്ന അതിന്റെ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ കഥ, അദ്ദേഹം ആദ്യത്തെ ദിവസം തന്നെ ബോംബാക്രമണത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ശരിയായ കഥ കേട്ടാൽ ഇത്രയും കാട്ടാള നീചത്വം കാട്ടിയ, അതായത് ഇറാനിൽ തന്നെ കഴിഞ്ഞ 2 മാസം മുന്നേ 52,000-ഓളം ആൾക്കാരെ വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തിനെതിരെ ഒന്ന് വായനക്കിയാൽ, ഒന്ന് ശബ്ദിച്ചാൽ, ഒന്ന് നോക്കിയാൽ അപ്പൊ വെടിവെച്ച് അത്രയും കാടത്തം നടപ്പാക്കുന്ന ഒരു മതഭ്രാന്തനായിരുന്നു. അതിലേറ്റവും സങ്കടം അവിടുത്തെ സ്ത്രീകൾ വെറും എന്താ പറയാ, ഒരു അതിന് വാക്കുകൾ തന്നെ എനിക്ക് പറയാനില്ല. സ്ത്രീകൾക്ക് യാതൊരു വിലയും ആ രാജ്യത്ത് കൊടുക്കാതെ ഇത്രയും മതം തന്നെയാണോ അദ്ദേഹം നടപ്പാക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നീചമായ കാട്ടാളത്തം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്, ഈ രാജ്യം തന്നെയാണ് ലോകത്ത് നടക്കുന്ന കംപ്ലീറ്റ് തീവ്രവാദങ്ങൾ. അതായത് നമുക്കറിയാം
ഇവിടെ അൽ ഖയ്ദ, ഐസിസ്, പിന്നെ കുറെ പേരുകളായിട്ട് പാകിസ്ഥാനിലും കാശ്മീരിലും അഫ്ഗാനിസ്ഥാനിലും താലിബാൻ, ഇങ്ങനെ കുറെ തീവ്രവാദ സംഘടനകൾ ഇവിടെ ഉണ്ട്. ഈ സംഘടനകൾക്കൊക്കെ തന്നെ അതിന്റെ സബ് ഡിവിഷനായിട്ടും അതുമായി നേരിട്ട് ബന്ധപ്പെട്ടതുമായ ഒരുപാട് പേര് ഇന്ന് ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. ഇതൊക്കെ തന്നെ ഈ രഹസ്യാന്വേഷണ വകുപ്പുകളായ ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൂട്ടത്തിൽ ഇന്ത്യയുടെയും മറ്റുള്ളവരുടെയും അന്വേഷണത്തിന്റെ ഫലമായി ഇവിടെ ഒരു ശബ്ദമുണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വിരൽ പൊന്തിച്ചാൽ അവൻ പോലും ഇന്ന് ഇവരുടെ കൺമുന്നിൽ ഒരു നോട്ടപ്പുള്ളിയായി മാറിക്കൊണ്ടിരിക്കുന്ന, അത്രയും മുന്നിട്ട് നിൽക്കുന്ന ഈ AI യുഗത്തിൽ ഇവിടെ ആര് എന്ത് എവിടെ പറഞ്ഞാലും അത് ആ സെക്കൻഡിൽ അവൻ ആരാണ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുള്ള ഈ സമയത്ത് ഈ ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തില് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വലിയ തോതിൽ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുന്നു. ഇത് പലരും ഈ സാമ്പത്തികം ഇവരുടെ കയ്യിൽ വരുമ്പോൾ ഇവിടെ പലരും സംശയാതീതമായിരുന്നു. പല ബിസിനസ് പീപ്പിള്, ബിസിനസ് ഗ്രൂപ്പുകള്, അങ്ങനെ പലരും സംശയത്തിന്റെ നിഴലിൽ പോയിക്കൊണ്ടിരുന്നു. ഈ പറയുന്ന ഈ സംഘടനകൾ, ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം ഇന്ത്യയിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, ഓരോ തീവ്രവാദ ലഹളകൾ വരുമ്പോഴും അതിന് ലഹളകൾ പൊട്ടിപ്പുറപ്പെടാനും കലാപങ്ങൾ ഉണ്ടാക്കാനും റോഡിൽ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ പണമൊഴുക്കിയിരുന്നത് ആരായിരുന്നു എന്ന് വളരെ ശക്തമായി അന്വേഷിച്ചു. നമ്മുടെ സർക്കാരിന് പറ്റാവുന്നതിലും അപ്പുറത്ത് വിദേശ ശക്തികൾ തന്നെ ഇവിടെ വന്ന്, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും രഹസ്യാന്വേഷണ ഏജന്റുകൾ വന്ന് കേരളം, കർണാടകം, ഡൽഹി, ഉത്തർപ്രദേശ്, കാശ്മീർ, ഇവിടെയെല്ലാം രഹസ്യമായിട്ട് അവർ പഠനം നടത്തി ഓരോ വ്യക്തികളുടെയും ലിസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടാണ് അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം തന്നെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം പറയാണ്, മിഡിൽ ഈസ്റ്റിലെ ഒരു പുതിയ അധ്യായം വരും ദിനങ്ങളിൽ തുറക്കപ്പെടും. കാരണം തീവ്രവാദം തീർത്തും ഇവിടെ നിന്നും തുടച്ചു നീക്കിയിരിക്കും. അത്ര ഉറപ്പിലാണ് അവർ ഈ ഓപ്പറേഷൻ ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും നല്ലൊരു കാര്യം സമൂഹത്തിൽ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇവിടെ നമ്മുടെ അന്നം കഴിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ, നമ്മുടെ സഹോദരിമാരായ, നമ്മുടെ അച്ഛനും അമ്മയുമായ, നമ്മുടെ കുഞ്ഞുങ്ങളായ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതായത് സൗദി അറേബ്യ, UAE, ബഹ്റിൻ, കുവൈത്ത്, ഖത്തർ, ഒമാൻ, ഈ രാജ്യങ്ങളിലാണ് നമ്മുടെ മലയാളികൾ അന്നത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അവിടെ ജീവിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് ബോംബെറിഞ്ഞ്, മിസൈൽ എറിഞ്ഞ് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതെ ഈ തീവ്രവാദ പണി മാത്രം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ ഈ തീവ്രവാദ പ്രവർത്തനം ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ പലരെയും സംശയിച്ചു. ഉസാമ ബിൻ ലാദനെ സംശയിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള ഓരോരുത്തരും സംശയിച്ചു. പക്ഷെ ഇവരുടെ ഒക്കെ ബാക്കിൽ ഇവരായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ തീവ്രവാദം ലോകം മുഴുവൻ വളർത്തിയെടുത്ത് ഇപ്പോഴും കണ്ടില്ലേ, അവരുടെ നേതാവിനെ അതിക്രൂരമായി വധിച്ചിട്ടും ബോംബ് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചിട്ടും ഇവിടെ ഒരു ചുക്കും നടക്കുന്നില്ല. ഇത് വളരെ കഷ്ടപ്പെട്ടൊരു സംഭവമാണ്. വ്യക്തമാണ് ജയശങ്കർ സാർ. UAEക്ക് എതിരായി ഇറാൻ ഇത്രയേറെ ആക്രമണങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർ UAE സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നില്ല എന്നതൊരു വലിയ ചോദ്യമാണ്. പകരം ഇറാനാണ് പൂർണ്ണ പിന്തുണ എന്നതും ഖേദകരമാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സാർ.